ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ദുബായിലെ ജീവിതം മനുവിന് ഒരു മനോഹരമായ എന്നാൽ ചെറുതായി ആവർത്തനമുള്ള റൂട്ടിലായിരുന്നു. രാവിലെ 5:30 അലാറം മുഴങ്ങുമ്പോൾ അവൻ കിടക്കയിൽ നിന്നും മെല്ലെ എഴുന്നേക്കും. ജനല തുറന്നാൽ പുറത്ത് നഗരത്തിൻ്റെ ചൂടുള്ള വെളിച്ചം കാണാം. ദൂരെ ബുർജ് ഖലീഫയുടെ നിഴൽ പോലെ തിളങ്ങുന്ന ഗോപുരങ്ങൾ, താഴെ കാറുകളുടെ നിരന്തരമായ ഒഴുക്ക്. രാവിലെ എഴുന്നേറ്റാൽ അവൻ്റെ ആദ്യ പരിപാടി ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുക. ടീഷർട്ട് അണിഞ്ഞ് ജിമ്മിൽ പോകും. ജിമ്മിൻ്റെ തണുപ്പുള്ള AC-യിൽ ട്രെഡ്മില്ലിൽ ഓടുമ്പോൾ ഹെഡ്ഫോണിൽ പഴയ മലയാള ഗാനങ്ങൾ കേൾക്കും. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, അല്ലെങ്കിൽ എന്തിനു വേറൊരു സൂര്യോദയം, അങ്ങനെയുള്ള പാട്ടുകൾ. ഹൃദയമിടിപ്പ് വേഗത്തിലാവുമ്പോൾ അവൻ്റെ മനസ്സ് കോന്നിയിലെ മലഞ്ചെരുവിലേക്ക് പറക്കും. അവിടുത്തെ മഴയുടെ മണം, തെങ്ങോലകളുടെ ഇളകൽ, വീട്ടുമുറ്റത്തെ ചെറിയ പൂച്ചകൾ. വ്യായാമം കഴിഞ്ഞ് ഷവർ എടുക്കുമ്പോൾ തണുത്ത വെള്ളം ഒഴുകുമ്പോൾ അവൻ അനുവിനെ ഓർക്കും. അവളുടെ ചിരി, രാത്രിയുള്ള അവളുടെ സംസാരമെല്ലാം. ഓഫീസിലെത്തി ഡെസ്കിലിരുന്ന് ലാപ്ടോപ്പ് തുറക്കുമ്പോൾ ഒരു കപ്പ് ചൂട് കോഫി എടുക്കും. കോഫിയുടെ മണം മുറിയിൽ പരക്കുമ്പോൾ അനുവിൻ്റെ മെസ്സേജ് വരും. ഗുഡ് മോർണിംഗ് ലവ്, ഇന്നെന്താ പ്ലാൻ, കഴിച്ചോ? അവൻ ചിരിച്ചുകൊണ്ട് റിപ്ലൈ അടക്കും. ഇപ്പോൾ കോഫി കുടിക്കുന്നു, നീ കഴിച്ചോ? പിന്നെ ജോലി തുടങ്ങും. കോഡ് എഴുതുക, ബഗ് ഫിക്സ് ചെയ്യുക, ടീം മീറ്റിങ്ങുകൾ, ക്ലയൻസിൻ്റെ കോൾസുകൾ. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം 6 മണിയോടെ അവൻ വീട്ടിലെത്തും. അനു അടുക്കളയിൽ നിന്നും കുക്കിംഗ് ആയിരിക്കും. അവിടുന്ന് മണം വരും. ചിക്കൻ കറി, അപ്പം, അല്ലെങ്കിൽ പച്ചടി, സാമ്പാർ. രണ്ടുപേരും ഡിന്നർ കഴിച്ച് സോഫയിലിരുന്ന് നെറ്റ്ഫ്ലിക്സ് കാണും. ഒരു പഴയ റൊമാൻറ്റിക് അല്ലെങ്കിൽ കോമഡി സിനിമകൾ, ഒക്കെ മലയാളം തന്നെ. അനു അവൻ്റെ തോളിൽ തല ചായച്ചിരിക്കും. അവൻ അവളുടെ മുടിയിൽ തലോടും. രാത്രി 11 മണിയോടെ ഉറങ്ങാൻ കിടക്കും. അവളുടെ കൂടെ ഉറങ്ങാൻ അവന് വലിയ ഇഷ്ടമാണ്. 28 വയസ്സുള്ള മനു ഒരു സുന്ദരനാണ്. അവൻ നല്ല രൂപം നിലനിർത്തിയിരുന്നു. ഉയരം 6 അടിക്കടുത്തുണ്ട്. ജിമ്മിൽ പോകുന്നതിൻ്റെ ഫലമായി നല്ല മസിലുകളുണ്ട്. ജോലി നല്ലതാണ്, ശമ്പളവും സുഖമാണ്. അനുവിനോടൊപ്പമുള്ള ജീവിതം സ്നേഹവും സുരക്ഷിതവും നിറഞ്ഞതാണ്. പക്ഷേ ചില രാത്രികളിൽ അനു ഉറങ്ങിയ ശേഷം അവൻ ജനലിൽക്കരികിൽ നിന്നും പുറത്തേക്ക് നോക്കും. ദുബായിലെ നഗര വെളിച്ചങ്ങൾ തിങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സ് കോന്നിയിലേക്ക് പറക്കും. മലനിരകൾക്കിടയിൽ ചെറിയൊരു വീട്, മഴയുടെ ചെറിയ ശബ്ദം, അനുവിൻ്റെ അച്ഛനമ്മമാരുടെ ചിരനിറഞ്ഞ സംസാരം, വീട്ടുമുറ്റത്തെ തെങ്ങോലകളുടെ ഇളകൽ, പഴയ റബ്ബർ തോട്ടങ്ങളുടെ മണം. സ്വന്തം അച്ഛനമ്മമാർ മുംബൈയിലാണ് താമസം. അവരുടെ വീടിപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് കേരളത്തിൽ വരുമ്പോഴെല്ലാം അനുവിൻ്റെ വീട്ടിലാണ് അവർ തങ്ങാറുള്ളത്. അതവന് ഒരു സുഖമുള്ള ഓർമ്മകളുടെ കേന്ദ്രമായിരുന്നു. അങ്ങനെ ഒരു ബുധനാഴ്ച രാവിലെ ഓഫീസിലെ ഡെസ്കിലിരുന്ന് കോഫി കുടിക്കുമ്പോൾ മാനേജർ അവനെ വിളിച്ചു. മനു, കൊച്ചിയിൽ ഒരു പ്രൊജക്റ്റ് മീറ്റിംഗ് ഉണ്ട്. ക്ലയൻറ്റ് നേരിട്ട് കാണണമെന്നാണ് പറയുന്നത്. നാളെ രാവിലെ തന്നെ പോകണം. ടിക്കറ്റ് ബുക്ക് ചെയ്. മനു ഒരു നിമിഷം നോക്കി നിന്നു. ഹൃദയമിടിപ്പ് അല്പം വേഗത്തിലായി. അപ്രതീക്ഷ യാത്ര. അവൻ ഫോണിൽ ഫ്ലൈറ്റ് തിരഞ്ഞു. രാത്രി 9:30 ഒരു ഫ്ലൈറ്റ് ലഭിച്ചു. അവൻ ബുക്ക് ചെയ്തു. വീട്ടിലെത്തി അനുവിനോട് പറഞ്ഞപ്പോൾ അവൾ സന്തോഷത്തോടെ ചിരിച്ചു. അവനെ ചേർത്ത് പിടിച്ച്, വാവ്, അടിപൊളി. മീറ്റിംഗ് കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയും കാണാൻ പോകാം. അവർക്ക് വലിയ സർപ്രൈസ് ആകും. അത് കേട്ട് മനു തലയാട്ടി. ഞാനവരെ വിളിച്ച് പറയാം. അങ്ങനെ പാക്കിംഗ് തുടങ്ങി. 2 ഷർട്ടുകൾ, ഒരു ജീൻസ്, ലാപ്ടോപ്പ് ചാർജർ, ടൂത്ത് ബ്രഷ്, ചെറിയൊരു പെർഫ്യൂമും. അങ്ങനെ ഡിന്നർ കഴിച്ചു. അനു ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി, അതോടൊപ്പം റൈത്ത. രണ്ടുപേരും സോഫയിലിരുന്ന് അല്പം സംസാരിച്ചു.
പിന്നെ ഫ്ലൈറ്റിന് പോകാൻ റെഡിയായി. അനു അമ്മയെ വിളിച്ചത് മനു എയർപോർട്ടിലെ സീറ്റിലിരുന്ന് ബോർഡിംഗ് പാസ് ചെക്ക് ചെയ്യുമ്പോഴാണ്. അമ്മേ, മനു നാളെ കൊച്ചിയിലെത്തും. മീറ്റിങ്ങിന് ശേഷം വീട്ടിലേക്ക് വരും. അവനെ കാത്തിരിക്കണം. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ മനു ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ദുബായിലെ വെളിച്ചങ്ങൾ പതിയെ അകലുന്നത് കണ്ടു. മനസ്സിൽ ഒരു ചെറിയ സന്തോഷം പടർന്നു. മീറ്റിംഗ് കഴിഞ്ഞാൽ 2 ദിവസമെങ്കിലും വീട്ടിൽ തങ്ങാം. അച്ഛനമ്മമാരുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കാം, പഴയ കഥകൾ കേൾക്കാം, മുറ്റത്ത് നടക്കാം, മഴയുടെ മണം ആസ്വദിക്കാം. അവൻ അനുവിന് മെസ്സേജ് അയച്ചു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. എത്തിയാൽ വിളിക്കാം. മിസ് യു. ഇതായിരുന്നു അവൻ്റെ മെസ്സേജ്. കൊച്ചിയിലെ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ ഈർപ്പമുള്ള കാറ്റ് അവൻ്റെ മുഖത്ത് തട്ടി. പരിചിതമായ നനഞ്ഞ മണം. ക്യാബ് എടുത്ത് മീറ്റിംഗ് വേദിയിലേക്ക് പോയി. മീറ്റിംഗ് രാവിലെ 10 മണിക്ക് തുടങ്ങി. ക്ലയൻറ്റിൻ്റെ ചോദ്യങ്ങൾ ഓരോന്നായി വന്നു. പ്രസൻറ്റേഷൻ സ്ക്രീനിൽ തിളങ്ങി. ഡിസ്കഷൻ നീണ്ടു. ഉച്ച കഴിഞ്ഞ് 2:30-ക്കാണ് അത് തീർന്നത്. മനു നന്നായി ക്ഷീണിച്ചിരുന്നു. കണ്ണുകൾ അല്പം ചുവന്നു. തലയ്ക്ക് ചെറിയൊരു വേദന. പക്ഷെ മനസ്സ് ഉന്മേഷത്തോടെ നിന്നു. അവൻ ഫോണെടുത്ത് അച്ഛനെ വിളിച്ചു. അച്ഛ, ഞാൻ കൊച്ചിയിലെത്തി. മീറ്റിംഗ് കഴിഞ്ഞു. ഇപ്പോൾ വീട്ടിലേക്ക് പുറപ്പെടും. അച്ഛൻ്റെ ശബ്ദം അല്പം ഖേദത്തോടെ വന്നു. മോനെ, അത് ഞങ്ങൾ വീട്ടിലില്ല. ചെന്നൈയിൽ ഒരു വിവാഹത്തിന് പോയേക്കാം. ഇന്നലെ രാത്രി ട്രെയിനിൽ കയറിയതാ. അനു വിളിച്ചപ്പോൾ ഞങ്ങൾ ഈ യാത്രയിലായിരുന്നു. ക്ഷമിക്കണം മോനെ. മനു ഒരു നിമിഷം നിശബ്ദനായി നിന്നു. അയ്യോ അച്ഛാ, പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഹോട്ടലിൽ റൂം എടുക്കാം, അവൻ പറഞ്ഞു. ഏയ് വേണ്ട മോനെ, അടുത്ത വീട്ടിൽ സായേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. നീ അവിടെ തങ്ങുമോ? അവളും ഭർത്താവിൻ്റെ അമ്മച്ചിയും മാത്രമാണ് അവിടെ താമസം. നിനക്കറിയാമല്ലോ. നിന്നെ കണ്ടാൽ ചേച്ചിക്ക് വളരെ സന്തോഷമാകും. മോനെ അവൾക്ക് മോനെപ്പോലെ തന്നെയാണ്. നീ വരുന്നുണ്ടെന്ന് ഞങ്ങളിവിടെ ഇല്ല എന്നും പറഞ്ഞപ്പോൾ സാറ സന്തോഷത്തോടെയാണ് പറഞ്ഞത്. ജോണച്ചായ അവനിവിടെ നിന്നോട്ടെ, നമ്മുടെ കൊച്ചല്ലേ എന്ന്. മനു ഒരു നിമിഷം നിശബ്ദമായി നിന്നു. സാറ ചേച്ചി 50 വയസ്സുള്ള ഉയരമുള്ളൊരു സ്ത്രീ. കുട്ടിക്കാലത്ത് അവരെ ഓർമ്മയുണ്ട്. എപ്പോഴും ചിരിച്ചു നടക്കുന്ന, അടുക്കളയിൽ നിന്നും പലഹാരങ്ങൾ തരുന്ന, ഗ്രാമത്തിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചേച്ചി. മനുവിന് അവരെ കാണാൻ ചെറിയൊരു ആകാംക്ഷ തോന്നി. പഴയ ഓർമ്മകൾ വളരെ മെല്ലെ ഉണരാൻ തുടങ്ങി. ശരി അച്ഛാ, എന്നാൽ ഞാൻ സാറ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാം, അവൻ പറഞ്ഞു. ക്യാബ് ബുക്ക് ചെയ്ത് കോന്നിയിലേക്കുള്ള യാത്ര തുടങ്ങി. വഴിയിൽ മലനിരകൾ കടന്നു പോകുമ്പോൾ മഴയുടെ ചെറിയ തുള്ളികൾ ജനലിൽ പതിഞ്ഞു. മനസ്സിൽ ഒരു നേരിയ മൃദുലമായ ആകാംക്ഷ. ഈ അപ്രത്യക്ഷമായ യാത്ര എങ്ങനെയായിരിക്കുമെന്ന് അവനറിയില്ലായിരുന്നു. പക്ഷെ അത് അനുവിൻ്റെ വീടിൻ്റെ അടുത്താണ്. സാറ ചേച്ചിയുടെ വീട്. അത് തനിക്ക് സുരക്ഷിതവും പരിചിതവുമായിരിക്കുമെന്ന് അവന് തോന്നി. ക്രമേണ വളരെ മെല്ലെ ക്യാബിൻ്റെ ടയറുകൾ കോന്നിയിലെ പഴയ റോഡിലെ കല്ലുകളിലൂടെ ഉരസുന്ന ശബ്ദമുണ്ടായി. മനു ജനൽക്കരികിൽ തല ചായ്ച്ച് പുറത്തേക്ക് നോക്കി നിന്നു. മഴയപ്പോൾ നിന്നിരുന്നു. പക്ഷേ വായുവിൽ ഈർപ്പവും മണ്ണിൻ്റെ നനഞ്ഞ മണവും നിറഞ്ഞു നിന്നു. വഴിയരികിലെ തെങ്ങോലകൾ ഇപ്പോഴും താഴ്ന്ന് തൂങ്ങി നിവർന്ന് പുലർന്നു നിൽക്കുന്നു. ഇടയ്ക്കൊരു കാറ്റ് വീശുമ്പോൾ ചെറിയ തുള്ളികൾ ജനലിൽ പതിച്ചു. റോഡിൻ്റെ ഇരുവശത്തും പച്ചപ്പും റബ്ബർ തോട്ടങ്ങളും, ചെറിയ വയലുകൾ, ഇടയ്ക്ക് ഒരു ചെറിയ കട. അതിൻ്റെ മുന്നിലിരുന്ന് ചായ കുടിക്കുന്ന 2 പേർ. മനു അവരെ നോക്കി നിന്നു. പരിചിതമായ ഒരു ദൃശ്യം. പക്ഷേ ദുബായിലെ തിരക്കിന് ശേഷം ഇതൊരു സ്വപ്നം പോലെ തോന്നി അവന്. ക്യാബ് ഡ്രൈവർ ഒരു മധ്യവയസ്കൻ, മീശ കറുത്തത്. അവൻ മനുവിനോട് ചോദിച്ചു, എവിടെയാ സാറേ? കോന്നി ടൗണിലെത്തണോ? ആ അതെ, പഴയ പള്ളിക്കടുത്തുള്ള വീട്, സാറേച്ചിയുടെ വീട്, മനു പറഞ്ഞു. ഡ്രൈവർ ചിരിച്ചുകൊണ്ട്, ഓ സാറേച്ചിയോ, നല്ല സ്ത്രീയാ.
അമ്മച്ചിയെ നോക്കി ജീവിക്കുന്നു. നല്ല മനുഷ്യരാ. ക്യാബ് പഴയ പള്ളിയുടെ മുന്നിലെത്തി നിന്നു. മനു പണം കൊടുത്തു. ബാഗെടുത്തിറങ്ങി. പള്ളിയുടെ മണി മുഴങ്ങുന്ന ശബ്ദം ദൂരെ നിന്നും കേട്ടു. ഇരുട്ട് തുടങ്ങിയിരിക്കുന്നു. വൈകുന്നേരം 6:30 അവൻ നടന്നു തുടങ്ങി. പഴയ പാതയിലൂടെ. ഇടതുവശത്ത് ചെറിയ കാടുകൾ, വലതുവശത്ത് തോട്ടങ്ങൾ. കാലടികൾ മണ്ണിലും കല്ലിലും പതിഞ്ഞു. മനസ്സിൽ പഴയ ഓർമ്മകൾ മെല്ലെ വരുന്നു. കുട്ടിക്കാലത്ത് ഇതേ പാതയിലൂടെ സൈക്കിൾ ഓടിച്ചത്, അനുവിൻ്റെ അച്ഛൻ്റെ കൂടെ മീൻ പിടിക്കാൻ പോയത്, സാറേച്ചിയുടെ വീട്ടുമുറ്റത്ത് നിന്ന് പലഹാരം വാങ്ങിയത്. അങ്ങനെ സാറേച്ചിയുടെ വീട് കാണാൻ തുടങ്ങി. പഴയ 2 നില വീട്. മുറ്റത്ത് ഒരു വലിയ തെങ്ങ്, വേരുകളിൽ ചെറിയ പൂച്ചെടികൾ. മുറ്റത്ത് വെളിച്ചം ഓണാണ്, പക്ഷെ മങ്ങിയത്. മനു ഗേറ്റിൻ്റെ അടുത്തെത്തി. ഗേറ്റ് അല്പം തുറന്നു കിടക്കുന്നു. അകത്ത് നിന്ന് അടുക്കളയിൽ നിന്നും മണം വരുന്നു. തേങ്ങാപ്പാൽ ചേർത്ത കഞ്ഞിയുടെ മണം, മുളക് ചുടുന്നതിൻ്റെ മണം. അവൻ ഗേറ്റ് തള്ളി അകത്ത് കയറി. മുറ്റം നനഞ്ഞു കിടക്കുന്നു. മഴയുടെ തുള്ളികൾ ഇപ്പോഴും ഇലകളിൽ നിന്നും താഴേക്ക് വീഴുന്നു. വീടിൻ്റെ വരാന്തയിലേക്ക് കടന്നു. വാതിൽ തുറന്നു കിടക്കുന്നു. അകത്തു നിന്നും ടിവിയുടെ ശബ്ദം കേൾക്കുന്നു. ഒരു ഭക്തിഗാനം. മനു വാതിലിൻ്റെ അടുത്ത് നിന്ന് മെല്ലെ വിളിച്ചു, സാറേച്ചി. അകത്ത് നിന്ന് ഒരു ശബ്ദം, മെല്ലെ, പക്ഷേ സ്നേഹം നിറഞ്ഞത്. ആരാത്? മനുമോനാണോ? സാറേച്ചി അടുക്കളയുടെ വാതിലിൻ്റെ പിന്നിൽ നിന്നും പുറത്തേക്ക് വന്നു. 50 വയസ്സിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന അവർ. 6 അടിയോളം ഉയരം. ഒരു പച്ച സാരിയാണ് അവരുടെ വേഷം. അത് അടുക്കളയിലെ ചൂടും മഴയുടെ നനവും കലർന്നു കിടക്കുന്നു. മുഖത്ത് ചെറിയൊരു ചിരി. പഴയതുപോലെ തന്നെ കണ്ണുകളിൽ ഒരു ഊഷ്മളത. വാ വാ മോനെ, കയറി വാ. ജോണച്ചായം വിളിച്ചു പറഞ്ഞിരുന്നു നീ വരുന്നുണ്ടെന്ന്. ഞാൻ കാത്തിരുന്നതാ. അമ്മച്ചിയോടും പറഞ്ഞു മനു വരുന്നുണ്ടെന്ന്. നമ്മുടെ അനുവിൻ്റെ കെട്ടിയോനെന്ന്. അമ്മച്ചിക്ക് ശരിക്കും കേൾക്കുന്നില്ലെങ്കിലും ഞാൻ പറഞ്ഞു കൊടുത്തു. മനു ചിരിച്ച് ബാഗ് താഴെ വെച്ചു. അത് ചേച്ചി, ഞാൻ അപ്രത്യക്ഷമായി വന്നതാ, ക്ഷമിക്കണം. സാറേച്ചി തലയാട്ടി. എന്നിട്ട് പറഞ്ഞു, എന്താ മോനെ നീ ഇങ്ങനെ പറയുന്നത്? നമ്മൾ അന്യരൊന്നും അല്ലല്ലോ. നീ വന്നല്ലോ, അത് മതി. വാ അകത്തേക്ക് കയറ്, ഞാൻ ചായ എടുക്കാം. യാത്രാക്ഷീണം ഉണ്ടാവും. അവൾ തിരിഞ്ഞകത്തേക്ക് നടന്നു. മനു അവളുടെ പിന്നാലെ നടന്നു. വീടിൻ്റെ അകം പഴയതും വൃത്തിയുള്ളതുമായിരുന്നു. നല്ല മരത്തിൻ്റെ മണം. പഴയ ഫോട്ടോകൾ ചുവരിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അടുക്കളയിലേക്ക് കയറിയപ്പോൾ അമ്മച്ചി ഇരിക്കുന്നത് കണ്ടു. ഒരു പഴയ കസേരയിൽ. കണ്ണുകൾ മങ്ങിയത്. ചെവി കേൾക്കാത്ത പോലെ തോന്നി. പക്ഷെ മുഖത്ത് ഒരു ശാന്തമായ ചിരി. സാറേച്ചി അവരോട് മെല്ലെ പറഞ്ഞു, അമ്മേ, മനു വന്നിരിക്കുന്നു, നമ്മുടെ ജോണച്ചായൻ്റെ മരുമോൻ. അമ്മൂമ്മ തല ഉയർത്തി കൈ നീട്ടി മനുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കൈ പിടിച്ചു. അമ്മേ, അമ്മയ്ക്ക് മനസ്സിലായോ? അമ്മ മെല്ലെ പുഞ്ചിരിച്ച് കൈ തലോടി. സാറേച്ചി ചിരിച്ചു. മോനിരിക്ക്, ഞാൻ ചായ ഇട്ട് തരാം. നീ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ക്ഷീണം തോന്നുന്നുണ്ടോ? മനു അവിടെ ഇരുന്നു. മനസ്സിൽ ഒരു മൃദുലമായ ഊഷ്മളത പടർന്നു. വീടിൻ്റെ മണം, സാറേച്ചിയുടെ സാന്നിധ്യം, അമ്മച്ചിയുടെ സ്നേഹം എല്ലാം അവനെ പഴയ വീട്ടിലെത്തിയ പോലെ തോന്നിച്ചു. സാറേച്ചി അടുക്കളയിൽ നടക്കുമ്പോൾ മനമെല്ലെ അകത്തേക്ക് കയറി. വീടിൻ്റെ അകം പഴയ മണം കൊണ്ട് നിറഞ്ഞിരുന്നു. മരത്തിൻ്റെ പഴയ ഗന്ധം, പൂജാമുറിയിലെ വിളക്കിൻ്റെ പുകയുടെ മണം, അടുക്കളയിൽ നിന്നും വരുന്ന തേങ്ങാപ്പാലിൻ്റെയും മുളകിൻ്റെയും കൂട്ടമണം. ചുവരുകളിൽ പഴയ ഫോട്ടോകൾ തൂങ്ങി നിന്നു. അതിൽ സാറേച്ചിയുടെ ഭർത്താവിൻ്റെ ചിത്രം, മക്കളുടെ കുട്ടിക്കാലത്തെ ഫോട്ടോകൾ, ഒരു പഴയ കലണ്ടർ, അതിൻ്റെ പഴക്കമേറിയ പേജുകളോടെ. സാറേച്ചി അടുക്കളയിൽ നിന്നും ചിരിച്ചു. അമ്മേ, മനു ഇവിടെ ഇരിക്കട്ടെ, കേട്ടോ? മോനെ നീ ഇരിക്ക്, ഞാൻ ചായ ഉണ്ടാക്കാം. മനു വന്നല്ലോ അമ്മേ,
അവന് ചായ കൊടുക്കാം. ചേച്ചി പാത്രത്തിൽ വെള്ളമൊഴിച്ച് സ്റ്റൗവിൽ വെച്ചു. അവൾ തിരിഞ്ഞു മനുവിനെ നോക്കി. മോനെ ഇരിക്ക്, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, കാല് വേദന ഉണ്ടാകും. അല്ല, ദുബായിൽ നിന്നും വരാൻ എത്ര സമയമെടുക്കും? അനുവിന് എങ്ങനെയുണ്ട്? അവൾ വരുന്നില്ലേ? അവർ ചോദിച്ചു. മനു ഒരു കസേരയിലിരുന്നു ബാഗ് താഴെ വെച്ചു. അത് ഫ്ലൈറ്റ് 4 മണിക്കൂർ എടുത്തു. അനു സുഖമായിരിക്കുന്നു. ജോലി തിരക്ക് കണ്ട് വരാൻ പറ്റിയില്ല. ചേച്ചിക്ക് എങ്ങനെയുണ്ട്? അമ്മച്ചിയെ നോക്കി എപ്പോഴും തിരക്കാണോ? സാറേച്ചി ചിരിച്ചു. ചായപ്പൊടി പാത്രത്തിലേക്കിട്ട് ഇളക്കി. ആ, അങ്ങനെ പോകുന്നു മോനെ. ഭർത്താവ് ചെന്നൈയിൽ ബാങ്കിലാണ്. 6 മാസത്തിലൊരിക്കൽ വല്ലപ്പോഴും വരും. മക്കൾ വളർന്നു പോയി. ഒരാൾ അമേരിക്കയിലും മറ്റൊരാൾ ബാംഗ്ലൂരിലും. എവിടെ ഞാനും അമ്മച്ചിയും മാത്രം. അമ്മച്ചിക്ക് കണ്ണ് ശരിക്കും കാണില്ല, ചെവി കേൾക്കത്തില്ല. പക്ഷേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. രാവിലെ ചായ ഉണ്ടാക്കും. മുറ്റത്തിരുന്ന് സൂര്യനെ തൊട്ടറിയും. നീ വന്നല്ലോ, അവർക്കിപ്പോൾ കുറച്ച് സന്തോഷം കിട്ടി. ചേച്ചി ചായ കപ്പിലേക്കൊഴിച്ച് മനുവിനെ നീട്ടി. കുടിക്ക് മോനെ, ചൂടാറിയിട്ടില്ല, പൊള്ളാതെ നോക്കണേ. മനു ചായക്കപ്പ് വാങ്ങി മണം വലിച്ചു. പശുവിൻ്റെ പാലിൻ്റെ മധുരവും ചായയുടെ കയ്പും കലർന്നത്. അമ്മുമ്മയും ഒരു കപ്പ് വാങ്ങി മെല്ലെ കുടിച്ചു. സാറേച്ചി അടുത്തുള്ള കസേരയിലിരുന്നു. മോനെ, നീ എത്ര ദിവസം നിൽക്കും? മീറ്റിംഗ് കഴിഞ്ഞില്ലേ? ജോണച്ചായനും മേരിക്കുട്ടിയമ്മയും ചെന്നൈയിൽ പോയല്ലേ? അവർ എപ്പോൾ തിരിച്ചു വരും? മനു ചായ കുടിച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു. ചേച്ചി 2 ദിവസം നിൽക്കാം. അച്ഛനമ്മമാർ 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമെന്നാണ് പറഞ്ഞേ. ഞാൻ ഹോട്ടലിൽ നിന്നോളാമെന്ന് വിചാരിച്ചതാ. പക്ഷെ അച്ഛൻ പറഞ്ഞു ചേച്ചിയുടെ അടുത്ത് നിൽക്കാൻ. സാറേച്ചി അത് കേട്ട് ചിരിച്ചു. അയ്യോ, ഹോട്ടലിലോ? നിന്നെ ഞാൻ വിടുമോ മോനെ? ഇവിടെ നിന്നാ പോരെ? സാറേച്ചി പറഞ്ഞു. നീ നമ്മുടെ കൊച്ചല്ലേ, അമ്മച്ചിക്കും അതൊരു സന്തോഷമാകും. മുകളിലെ മുറി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നീ ക്ഷീണിച്ചു കാണും. ഡിന്നറിന് മുമ്പ് ഒന്ന് കുളിച്ചോ, ചൂടുവെള്ളം ഇട്ട് തരാം. അവൾ എഴുന്നേറ്റ് ബക്കറ്റെടുത്ത് വെള്ളം ചൂടാക്കാൻ തുടങ്ങി.